നിറങ്കപ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഫീസ്റ്റാണ്. ഇച്ചിരി നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് എത്ര ഉണ്ടാക്കിയാലും മതിയാവാത്ത ഒരാളാണ് വരുന്നത്. അമ്മച്ചനും അമ്മയും അമ്മച്ചൻ്റെ മോനും കുടുംബമാണ് വരുന്നത്. അത് എന്താ കാരണം എന്നറിയോ? ഞങ്ങളുടെ ചെറുപ്പത്തിൽ മമ്മിയൊക്കെ സിബ്ലിങ്സ് ഏഴ് പേര്. അപ്പം വെക്കേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് കുറേ പിള്ളേർ ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലുന്നത് വെക്കേഷൻ നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഒരു സമയത്ത് കുറഞ്ഞത് ഒരു 10 പിള്ളേരെങ്കിലും ആ സമയത്തുണ്ടാവേ. ഇത്രയും പിള്ളേരെ ഇവരെ എങ്ങനെ മാനേജ് ചെയ്തത് ഞാൻ ഇപ്പം ചിന്തിക്കും. അന്നൊന്നും ആ ചിന്ത പോയില്ല കേട്ടോ. അപ്പൊ ഇന്ന് ആ മറ്റൊന്നുമായി വരുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും. ആദ്യം പ്ലം കേക്കും. ക്രിസ്മസിന് പ്ലം കേക്ക് ഇല്ലാത്ത കാര്യമില്ലല്ലോ. സന്ധ്യസമയം, കാൻഡിൽസിൻ്റെ നല്ല സുഗന്ധം, വീട് മുഴുവൻ ക്രിസ്മസ് അലങ്കാരങ്ങൾ, കൂട്ടത്തിൽ നല്ലൊരു കട്ട്ലറ്റിൻ്റെ മണവും എല്ലാം കൂടി ചേർന്നപ്പോൾ ആ ഒരു സന്ധ്യസമയം മനോഹരമായിട്ട് എനിക്ക് തോന്നി. മട്ടൺ റോസ്റ്റ്, കാട ഫ്രൈ, ഫിഷ് മോളി, പ്രോൺ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്. അത് കുറച്ച് മസാലയൊക്കെ പുരട്ടി ആവിക്ക് വെച്ചെടുത്ത വെളിച്ചെണ്ണയിലോട്ട് കുരുമുളക് മുഴുവനെയും കരിയാപ്പിലയും കൂടെ കൊണ്ട് വിതറി സ്റ്റീം ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസിനെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് അങ്ങോട്ട് എണ്ണ തെളിഞ്ഞ് വരും. കൊഞ്ച് റോസ്റ്റിന് വേണ്ടി എരിവുള്ള ചില്ലിയും എരിവില്ലാത്ത ചില്ലിയും, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെപ്പർ മുഴുവനെ അത് ക്രഷ് ചെയ്തിട്ടു. കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിനകത്ത് ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഞെരടി പിടിപ്പിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും അതിലോട്ടിട്ടു. ശരിക്കും പ്രോൺസിൻ്റെ ഷെല്ല് ഞാൻ മാറ്റിയിട്ടില്ല. ഷെല്ല് മാറ്റിയ സാധാരണ ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം ഷെല്ല് മാറ്റിയില്ല. ഷെല്ല് വരുമ്പോൾ ഒരു പ്രത്യേക രുചി. അതിൻ്റെ വെയിൻ മാത്രം മാറ്റിയുള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടി പിടിപ്പിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാനൊരു അപ്പച്ചൻ പോലത്തെ ഇതിലോട്ട് ഇറക്കി വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കും. ഏകദേശം ഒരു 15 മിനിറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു തവ വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. കുരുമുളക് മുഴുവനെ കരിയാപ്പില എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നത് ഇട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ അതൊരു ഇച്ചിരി ഒഴിച്ചാൽ മതി. ആ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒഴിക്കുന്ന തേങ്ങാപ്പാലൊന്ന് ഉരുകി നല്ലൊരു സ്മെല്ലിലോട്ട് വരും. അടിപൊളി കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി. നല്ല കൊടംപുളിയൊക്കെ ഇട്ട് അതിൻ്റെ ഷെല്ലൊന്നും കളഞ്ഞിട്ടില്ല, അല്ലാതെ ഇട്ടത്. എന്നിട്ട് അവസാനം ഒരു ഇച്ചിരി തേങ്ങാപ്പാലും കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല സ്ലോ കുക്ക് ചെയ്തെടുത്ത മട്ടൺ റോസ്റ്റ് ആട്ടോ. മട്ടൺ റോസ്റ്റ് ചെയ്യുമ്പം നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ കൂടുതലിടാനായിട്ട് നോക്കണം. അപ്പോൾ ശരിക്കും നല്ല രുചി വരും കേട്ടോ. ശരിക്കും മട്ടൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ചില ടിപ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മട്ടൻ്റെ പന്ന മണമൊന്നും ഇല്ലാതും അങ്ങനെയൊക്കെ കിട്ടുന്നത്. ശരിക്കും നമ്മൾ കഴുകാൻ വേണ്ടി വയ്ക്കുമ്പോൾ മട്ടനെ കുറച്ച് തൈരൊക്കെ ഇട്ട് പുരട്ടി വെച്ച് പിന്നെ അത് കഴുകിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പന്ന മണമൊന്നും വരത്തില്ലെന്നാണ്. എത്രയും ക്ഷമയോടുകൂടി ഉണ്ടാക്കുന്നു അത്രയും ടേസ്റ്റ് മട്ടൺ റോസ്റ്റിന് കിട്ടും. ഇതൊരു കോമൺ റെസിപ്പി ആയിട്ടാണ് ഞാൻ പറയാതെ പോകുന്നത്. ഇത് നമുക്ക് ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ സെർവ് ചെയ്യാം, നല്ല കുറച്ചുകൂടി റോസ്റ്റ് ആക്കിയാണെങ്കിലും ചെയ്യാം, ഏതാണേലും നല്ലത്.
അതിന് വേണ്ടുന്ന മസാലകൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം ചതച്ച്, മുളക് പൊടി, കുറച്ച് പെരുംജീരകം, അതിന് വേണ്ടുന്ന കുറച്ച് മസാലകൾ മഞ്ഞൾ, ലൈമ്, പിന്നെ കടലമാവ്, അരിപ്പൊടി, പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയത്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ച് നമ്മൾ ആ കാടയിൽ പുരട്ടി വയ്ക്കുക കേട്ടോ. കുറച്ച് നേരം പുരട്ടി ഇങ്ങനെ വെക്കണം. ഞാനത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം സൂക്ഷിക്കും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മുഴുവൻ പെപ്പർ, കരിയാപ്പില ഈ കാട എടുത്ത് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ്, ന്യൂ ഇയർ ഇതിനൊക്കെ ഫിഷ് മോളി ഇല്ലാതെ എന്താഘോഷം. അതുകൊണ്ട് ഫിഷ് മോളി ഉണ്ട്. അതിന് ബ്രെഡ് ഉണ്ട്. ബ്രെഡാണ് എനിക്കിഷ്ടം. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഫിഷ് മോളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫിഷ് മോളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. സാധാരണ വെണ്ടയ്ക്ക ഇടാറില്ല അല്ലേ? വെണ്ടയ്ക്ക ഇട്ടിട്ട് ഫിഷ് മോളി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. മീനിൻ്റെ അകത്തോട്ട് കുറച്ച് വിനാഗിരി, മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് എല്ലാം പുരട്ടി വെച്ചു. സവാള ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. തക്കാളിയും ഇങ്ങനെ മുറിക്കണേ. വെണ്ടയ്ക്ക അതുപോലെ മുഴുവന്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. എരിവിന് മെയിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും ഇടുന്നത്. വെളിച്ചെണ്ണയിലോട്ട് തക്കാളി ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റണം. അതുപോലെ വെണ്ടയ്ക്കയും അതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുത്തിട്ട് മാറ്റി വയ്ക്കണേ. എന്നിട്ട് ആ വിനാഗിരിയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ, നെയ്മീനാണ് എടുത്തത്, അതൊന്ന് സോട്ട് ചെയ്തെടുത്തു. അതേ എണ്ണയിലോട്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു. അതിലോട്ട് സവാള ഇട്ടു. എന്നിട്ട് ഈ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ. എരിവിന് വേണമെങ്കിൽ പിന്നെ കുരുമുളക് പൊടി ഇടാമേ. വെണ്ടയ്ക്കയൊക്കെ ഇട്ട് അത് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പം അതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിക്കണേ. നമുക്ക് എത്രത്തോളം കുറുക്കം വേണം, എത്രത്തോളം ലൂസ് വേണമെന്ന് അനുസരിച്ച് രണ്ടാം പാലും ഒന്നാം പാലും ഒഴിക്കുന്നത്. ഒന്നാം പാൽ ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ആ സോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ടൊമാറ്റോ വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഒന്നാം പാൽ ഒഴിക്കുക. വെളിച്ചെണ്ണയുടെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. ശരിക്കും കടുക് വറുക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് നട്ട്സ് ആൻഡ് റൈസൻസ് കൊടുക്കാം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റേർഡ് മിൽക്ക് കേക്കാണ്. ശരിക്കും വെറും വാനില കേക്ക്. അതിനകത്തൊരു ഇച്ചിരി കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്തു. എന്നിട്ട് മിൽക്ക് കേക്ക്, ചോക്ലേറ്റ് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന ഡെസേർട്ടായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. കാണാം, ഇത് ഫുൾ റെസിപ്പിയല്ല ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് പോകുന്നുള്ളൂ. വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുക. അതിൻ്റെ അകത്തോട്ട് ഫ്രോസ്റ്റിൻ്റെ കസ്റ്റേർഡ് പൗഡർ ഒരു പാക്കറ്റും കൂടി ഇട്ടിട്ട് ബേക്ക് ചെയ്തു. ഒരു പരീക്ഷണമായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുക. അതുപോലെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുക. അതിനകത്തോട്ട് കുറച്ച് ലോങ് ലൈഫിൻ്റെ മിൽക്ക് ഒഴിച്ചു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്ത് 2 വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിൻ്റെ അകത്ത് ഒഴിച്ചു. നമ്മൾ മിൽക്ക് കേക്ക് ചെയ്യുന്ന പോലെ തന്നെ അത് ഈ മോളിൽ കാണുന്ന ഡെക്കറേഷൻ ആ ഫ്രോസ്റ്ററിൻ്റെ അതിലുണ്ടായിരുന്ന ആ കാരമൽ ഒന്നിട്ടിട്ട് 6 ആക്ക് വരച്ചതാണ്. പോവല്ലേ, ഇതോടൊന്ന് കണ്ടിട്ട് പോകാമോ? ഈ വർഷത്തേക്കുള്ള ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയുള്ള ടേബിൾ സെറ്റിങ്ങിൻ്റെ ഡെക്കറേഷനാണിത്.
കാണുന്ന ഡെക്കറേഷൻ ഇങ്ങനെ നീളത്തിലല്ല ഇരിക്കുന്നത്, അതിന് ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ ചരിച്ചു, മറ്റേ സൈഡ് അതുപോലെ ചരിക്കും, ഒരു സി ഷേപ്പിലാക്കി. ക്രിസ്മസിൻ്റെ അന്ന് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. ഈ ഡെക്കറേഷൻ്റെ സെൻട്രൽ പോർഷനിൽ 3 ഫ്ലവർ, അതൊരു ഇച്ചിരി പൊങ്ങിയായിരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സൈഡിലുള്ള ഇപ്പം ഞാൻ വൈറ്റ് വെച്ചേക്കുന്നുണ്ടല്ലേ, അത് ശരിക്കും 2 വെച്ചാലും മതി. ഞാനങ്ങ് 3 വെച്ചിട്ടുണ്ട്, അതിന് ഇച്ചിരി നീളക്കൂടുതൽ. പിന്നെ അറ്റത്തോട്ട് വരുമ്പോൾ ഓരോന്നോരോന്നേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ സെൻട്രലിൽ നിന്ന് പിന്നെ ഒരു 3 വന്നു, പിന്നെ ചെറുത് പോയതേ. നല്ലൊരു ക്രൗഡാണെങ്കിൽ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത് രസമായിരിക്കും. അവിടെ നമുക്ക് ജ്യൂസ് വയ്ക്കാം, ഇവിടെ കേക്ക് വയ്ക്കാം, ഇവിടെ സ്റ്റാർട്ടർ വയ്ക്കാം, ഇവിടെ നമുക്ക് മെയിൻ കോഴ്സ് വയ്ക്കാം. ഇങ്ങനെ ഓരോരുത്തരത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും.